കശ്മീരിന്റെ സമീപകാലത്തെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു ചൊവ്വാഴ്ച. തങ്ങളുടെ മതം വെളിപ്പെടുത്താൻ നിർബന്ധിച്ചതിനു ശേഷം 26 പേരെയാണ് ഭീകരവാദികൾ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യത്താൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ബൈസറിനിലേക്ക് കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയി കുടുംബത്തെ പോറ്റിവരികയായിരുന്നു ആദിൽ. ആക്രമണ സമയത്ത് ഓടി രക്ഷപ്പെടുന്നതിന് പകരം ആദിൽ ഒരു ഭീകരന്റെ അടുത്തേക്ക് ഓടിക്കയറി ആയുധം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ സമയം കൊണ്ട് കുറച്ചു വിനോദസഞ്ചാരികൾക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിച്ചു. എന്നാൽ ഭീകരനെ തടയാനുള്ള ആദിലിന്റെ ശ്രമം വിജയിച്ചില്ല. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ആദിലും വെടിയേറ്റു വീണു. എന്നാൽ ആദിൽ പ്രകടിപ്പിച്ച അസാമാന്യ ധീരത വിനോദസഞ്ചാരികൾക്ക് രക്ഷപ്പെടാൻ അവസരം നൽകി. ആ നിമിഷം അദ്ദേഹം രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. വിനോദസഞ്ചാരികൾക്ക് നേരെ തോക്ക് ലക്ഷ്യമാക്കിയ ഭീകരന്റെ മുന്നിലേക്ക് ചാടി തോക്ക് തട്ടിമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റൊരു കുതിര സവാരിക്കാരനായ ഗുലാം നബി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തന്റെ മുന്നിലുണ്ടായിരുന്ന ഹിന്ദുക്കളായ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ അദ്ദേഹം തന്റെ ജീവൻ തന്നെ നൽകി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റു മരിച്ച ആദിൽ ഒരു വെടിയുണ്ടയ്ക്കും തകർക്കാൻ കഴിയാത്ത മൂല്യങ്ങളുടെ ഒരു ദീപസ്തംഭമായി മാറി. അദ്ദേഹത്തിന്റെ ദാരുണമായ മരണം കുടുംബത്തെയും അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടു. ആദിലിന്റെ കുഞ്ഞു വീടിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ അമ്മ തന്റെ മകൻ കുടുംബത്തിന്റെ എല്ലാമാണെന്ന് പറഞ്ഞു. അവൻ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. അവൻ വീടിനായി സമ്പാദിച്ചു, ഞങ്ങളെ പരിപാലിച്ചു, അന്തസ്സോടെ ജീവിച്ചു. ആ അമ്മ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഇപ്പോൾ അവൻ പോയി, ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ മരിച്ചതൊരു മഹത്തായ കാര്യം ചെയ്തുകൊണ്ടാണ്. ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നുവെന്ന്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക പിന്തുണ അവനായിരുന്നു. അവൻ കുതിരപ്പുറത്ത് കയറി കുടുംബത്തെ കാത്തു. ഇപ്പോൾ ഞങ്ങളെ പോറ്റാൻ മറ്റാരുമില്ല. അവനെ കൂടാതെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല, ആ അമ്മ പറയുന്നു. സംഘർഷത്തിന്റെ തൂലിക കൊണ്ട് പലപ്പോഴും വരച്ചു കാണിക്കപ്പെട്ട ഒരു പ്രദേശത്ത് മതത്തിനോ പശ്ചാത്തലത്തിനോ അതീതമായി ആളുകളെ ബന്ധിപ്പിക്കുന്ന മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ആദിലിന്റെ കഥ. അദ്ദേഹത്തിന്റെ മരണം നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. മനുഷ്യഹൃദയത്തിൽ എഴുതിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം മരിച്ചത്. ആദിലിനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു പ്രാദേശിക കടയുടമ ഇംതിയാസ് ലോൺ പറഞ്ഞു. ഭീകരർ നമ്മെ വെറുപ്പുകൊണ്ട് വിഭജിക്കാൻ ശ്രമിച്ച ഒരു കാലത്ത് ഒരു മുസ്ലിം മനുഷ്യൻ തന്റെ ഹിന്ദു സഹോദരന്മാരെ സംരക്ഷിക്കാൻ തന്റെ ജീവൻ നൽകി. അതാണ് കശ്മീർ. ഈ ഭൂമി യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് അങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു.